ഇരട്ടി വെള്ളം വന്നത്. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് മാറി. ഏതാണ്ട് 5:30 വരെ വെള്ളമായിരുന്നു. 5:30 വരെ വീടിൻ്റെ കതക് മരം വന്നിടിച്ച് തകർന്നു. എന്നിട്ട് വീടിനകത്തോട്ട് വെള്ളം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് മാറി. ഇല്ല, രാത്രി 2 മണി വരെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തി. എത്താനായില്ല. ഫുള്ള് വെള്ളം, റോഡിൽ ഫുള്ള് വെള്ളമല്ലേ. അത് കാരണം അങ്ങോട്ട് പോയില്ല ആരും. ആരുടെ നോക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അറിയില്ല. വിലങ്ങാട് JCB ഉപയോഗിച്ചൊക്കെ മണ്ണ് നീക്കം ചെയ്യുകയാണ്. എന്തായാലും നാട്ടുകാർ തന്നെ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലാണ് അവിടെ നിന്ന് അവരുടെ തന്നെ പ്രതികരണങ്ങളും വരുന്നത്. അതാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി ഗോകുൽ കൂടി ചേരുന്നത്. ഗോകുൽ, ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദുരന്തത്തിൽ 10 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ 400-ലധികം ആളുകൾ ഒറ്റപ്പെട്ടതായിട്ടും നേരത്തെ നമ്മൾ ആദ്യം ടെല്ലിൽ വരുന്ന സമയത്ത് 7 മൃതദേഹങ്ങളായിരുന്നു കണ്ടെത്തിയിരുന്നത്. രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നു, ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമായി നടക്കുന്നു. അങ്ങനെ ഓരോ നിമിഷം മുന്നോട്ടേക്ക് പോകുമ്പോഴും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ഇപ്പോൾ 10 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനും മറ്റുമായിട്ട് SDRF, NDRF സംഘങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആ ഭാഗത്തേക്കുള്ള ഗതാഗത തടസ്സത്തിന്റെ ഒരു പ്രതിസന്ധിയാണ്. ചുരൽമല പാലം ഉൾപ്പെടെ ഉള്ളത് തകർന്നു പോയത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്റർ ഉൾപ്പെടെ അവിടെ എത്തിച്ചിട്ട് എയർലിഫ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തെ പറ്റി ആലോചിക്കുന്നത്. ഹെലികോപ്റ്റർ ഉടനടി തന്നെ അങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ സംഘം ചാർട്ടേഡ് വിമാനത്തിൽ വയനാടേക്ക് പുറപ്പെടുന്നുണ്ട്. വയനാട് എത്തിയതിനു ശേഷം ഒരുപക്ഷെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു യോഗം ചേരുകയും തുടർ നടപടികൾ അതിനുശേഷം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായിട്ടും അവിടെ ഇപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ഒരു കുട്ടിയുടെ മൃതദേഹം പുഴയിൽ കൂടി ഒഴുകി വന്നതായി ഒരു വിവരം പുറത്തു വരുന്നു. അത് എവിടെ നിന്ന് വന്നതാണ് എന്നതിനെ പറ്റി വ്യക്തതയില്ല. അതിനെ പറ്റിയിട്ടും അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു, ആളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ചാലിയാർ പുഴയൊക്കെ മലപ്പുറത്തും കോഴിക്കോടും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബന്ധിക്കുന്ന പുഴയാണ്. ഈ മൃതദേഹം ഒഴുകി വന്നതായിട്ടാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരു വിവരം പുറത്തു വരുന്നത്. അത് ഏത് ഭാഗത്തു നിന്ന് വന്നതാണ് എന്നുള്ളതിനെ പറ്റി അറിയില്ല. ഈ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ടുള്ളതാണോ എന്നും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള വലിയ വ്യാപ്തിയിലേക്കാണ് ഈ ദുരന്തത്തിന്റെ ഒരു കണക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കുമായി അറിയിപ്പ് കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത പോലും പുറത്തുവിടരുത് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും മൃതദേഹങ്ങളുടെ എണ്ണം കൂടുതൽ കിട്ടി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായ കണക്ക് മാത്രമാണ് പുറത്തു വരുന്നത്. നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 10 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ആ പ്രദേശത്തെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തെ പാലങ്ങളും മറ്റും ഒലിച്ചുപോയി. മാത്രമല്ല വീടുകൾ തകർന്നിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. 300 വീടുകൾ ആ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത. 300ഓളം വീടുകൾ ആ പ്രദേശത്ത് ഒറ്റപ്പെട്ടതായിട്ടുണ്ട്. അങ്ങോട്ടേക്കൊക്കെ എത്തിപ്പെടേണ്ടതുണ്ട്. ഈ റോഡ് മാർഗവും അല്ലെങ്കിൽ നടന്നു പോയിട്ടും അങ്ങോട്ടേക്ക് എത്തിപ്പെടുക പ്രയാസമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നു. രക്ഷാപ്രവർത്തകർക്കൊക്കെ സന്നദ്ധരായി വരുന്ന ആളുകൾക്കൊക്കെ ഈ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയതിനു ശേഷം മുഹമ്മദ് റിയാസ്, OR കേളുവിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കെ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ പോയതിനു ശേഷം ഒരുപക്ഷെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം കൂടുതൽ ശക്തമായ രീതിയിൽ, ഊർജിതമായ രീതിയിൽ രക്ഷാപ്രവർത്തനം ഉണ്ടാവുകയും ആ പ്രദേശത്തെ സാഹചര്യത്തിന് കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള രീതിയിലുള്ള ഏകോപന സംവിധാനവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോഡ് മാർഗമുള്ള യാത്ര വേണ്ടെന്ന് വെച്ചുകൊണ്ട് വിമാനത്തിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വിവരമാണ് കിട്ടുന്നത്.